അറബിയൊന്നും എനിക്കറിഞ്ഞൂടാ. അറബി ഏഹ്, ഞാൻ പഠിക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഖുറാൻ കാണാതെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ശ്രമമൊക്കെ നടത്തി അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പരിഭാഷ വായിക്കുന്നത് നമ്മള് റമളാനിക്ക് ഖത്തം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് ഭയങ്കര ഇതായിട്ട് വെറുതെ ഓതി തീർത്താ പോരാ. എനിക്ക് അർത്ഥത്തോടു കൂടി ഓതി തീർക്കണം എന്ന് പറയുന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ അർത്ഥത്തോട് കൂടിയിട്ട് ഞാനങ്ങനെ ഒരു ഖത്തം ഒരു റമളാനിക്ക് തീർക്കുകയുണ്ടായി. അപ്പോ ആഹ്, സംശയം അങ്ങനെയല്ല. പലതും വായിക്കുമ്പോ ഇത് ഈ പറഞ്ഞ പോലെ യുദ്ധസന്ദർഭം എന്ന് പറയുന്ന ആ ഒരു വിചാരത്തിലങ്ങ് വിട്ടു. അപ്പൊ സംശയമൊന്നും തോന്നിയില്ല. അപ്പൊ നമ്മള് ഖത്തം തീർക്കാനുള്ള തിരക്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഓരോ സാഹചര്യങ്ങളിലാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന സമയമാണല്ലോ. അങ്ങനെയാണ് ആ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. പരിഭാഷ വായിച്ച സമയത്ത്. നമ്മുടെ മതത്തിലെ സ്ത്രീകൾക്ക് ഭർത്താവ് മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും അത് എന്തായാലും അംഗീകരിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നബിയെ സ്നേഹിച്ചിരുന്ന കാലത്തൊക്കെ നമ്മള് സ്ഥിരമായിട്ട് പറഞ്ഞിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് നബിയുടെ ഓരോ സാഹചര്യം കൊണ്ടാണ് ഓരോ സാഹചര്യത്തിന്റെ പേരില് കല്യാണം കഴിച്ചതായിരുന്നു. പിന്നെ ന്യായീകരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അന്നത്തെ കാലത്ത് ഓരോ ഓരോ പുരുഷന്മാർക്ക് ഒരുപാട് സ്ത്രീകളും അങ്ങനെയൊക്കെ ഒരു കണക്കും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ കൂടുതൽ ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതിനെ ഒന്ന് ചുരുക്കിയിട്ട് 4 ആക്കിയതായിരുന്നു നബി. അങ്ങനെയൊക്കെയാണ് അതിനെ ഒരു ഭംഗിയാക്കിയിട്ട് വിശ്വസിച്ചിരുന്നത്. നബിയുടെ ഓരോ വിവാഹങ്ങൾക്ക് പിന്നിലും ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരുന്നൂന്നും അങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത്. ഒന്നാമത് ഞാൻ പഠിച്ചതൊക്കെ മുസ്ലിം സ്കൂളുകളിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നോൺ മുസ്ലിം ആയിട്ടുള്ള ഫ്രണ്ട്സ് കുറവാണ്. ഇപ്പൊ ഒരു 30 കുട്ടികളുള്ള ക്ലാസ്സിലൊക്കെ ഒരു 3 ആള്, 4 ആളൊക്കെയാണ് നോൺ മുസ്ലിംസ് ഉണ്ടാവാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരില്ല. പിന്നെ എനിക്ക് നോൺ മുസ്ലിമായിട്ട് എനിക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് എൻ്റെ ട്യൂഷൻ ടീച്ചറായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നിരുന്നത് എൻ്റെ ചേച്ചിക്കായിരുന്നു. എൻ്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു. ഫ്രണ്ട് വെച്ചെന്നെക്കാൾ ഭയങ്കര സീനിയറാണ്. ഞാൻ സ്കൂളില് ചെറിയ കുട്ടിയാണല്ലോ. അതായത് 5ലും 6ലൊക്കെ പഠിക്കുന്ന 6 7ലൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് ചേച്ചി PG ഒക്കെ പഠിക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോ പക്ഷേ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പൊ ഞാൻ വീട്ടില് ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും ട്യൂഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നത് ഉം, ചേച്ചിയുടെ അടുത്തായിരുന്നു. അപ്പൊ എനിക്കങ്ങനെ ആം, വിശ്വസിക്കാൻ കൊള്ളില്ലാന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ അവരോടൊരു ഇതുണ്ടാവും. അതായത് എന്താ പറയാ, അവിടെ പോയി അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോട് അല്ലെങ്കിൽ അവരെക്കുറിച്ച് അങ്ങനൊരു അവര് കുറച്ച് താഴെയാണ് എന്നൊരു സാധനം എവിടേക്കോ നമ്മുടെ വീടുകളിലുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലുള്ളവർക്കൊന്നും എൻ്റെ ആ ഒരു കമ്പനി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് വിശ്വാസക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉള്ളിൻ്റെ ഉള്ളില് നമ്മളത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളില് നമുക്കറിയാം എവിടേക്കോ അവര് സ്വർഗ്ഗത്തിൽ പോവില്ല എന്നൊരു ഒരറിവ് നമുക്കുണ്ട്. ആഹ് പക്ഷെ ചേച്ചിയുടെ മതത്തിലെ കഥകള് ഞാൻ ഹിന്ദൂസിലെ കൂടുതൽ കഥകളൊക്കെ ചേച്ചി പറഞ്ഞിട്ടാണ് കേട്ടിട്ടുള്ളത്. ഞാന് നമ്മുടെ കഥയിട്ടടിക്കും. അങ്ങനെയൊക്കെ. ഈ ചോദ്യം നമ്മളെ മനസ്സിൽ കുറേ സമയത്ത് വരും. അതായത് ഇപ്പൊ സ്വർഗ്ഗത്തിന്റെ വാഗ്ദാനങ്ങളില് കൊടുക്കുമ്പോ ആണുങ്ങൾക്ക് ഇത്ര എന്തുകൊണ്ട് കൊടുത്തു? ആണുങ്ങൾക്ക് എന്താണെന്ന് നമുക്ക് തോന്നും. അതുപോലെ ഈ മുത്തവ കല്യാണം അങ്ങനത്തെ സാഹചര്യത്തിലും അവര് പറയുന്നത് എന്താണ്? ആണുങ്ങൾക്കിത് ഭയങ്കര സംഭവമാണ്. പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ പറയാ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നതാണ്. അപ്പൊ ആദ്യമൊക്കെ ഉസ്താദ്മാരെ വായിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ബ്രെയിനൊക്കെ കാണിച്ചിട്ട് ബ്രെയിനിൽ ആണുങ്ങൾക്ക് ഇത്രയും വലിയൊരു ഭാഗം ഫുള്ള് സെക്സ്വൽ അറൂസൽ ഉണ്ടാവുന്നതാണ്. പെണ്ണുങ്ങൾക്ക് അത് ഇത്തിരിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ഓ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആണുങ്ങൾ പെട്ടെന്ന് ട്രിഗർ ആവും ഇങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ ഈ ആണുങ്ങളുടെ ഈ ട്രിഗർ ആവുന്ന സംഭവത്തിനെ മതം മുതലെടുക്കുകയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളിത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് പുരുഷന്മാരെ ഓഫർ ചെയ്യുകയാണെങ്കിൽ പെണ്ണുങ്ങൾ അതിൽ വീഴില്ല. പെണ്ണുങ്ങൾക്ക് ഈ സംഭവം ഇങ്ങനത്തെ താല്പര്യങ്ങൾ ഇല്ലാത്തതായിട്ടല്ല. അതിൽ കുറച്ച് കണക്ഷനും അർത്ഥമൊക്കെ
കണ്ടെത്തുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരായിട്ട് തോന്നുന്ന ഒരു ഡീപ്പ് സാധനമാണ്. പക്ഷെ ആണുങ്ങൾക്ക് ഇതൊന്നുമില്ല. ആണുങ്ങൾ പെട്ടെന്ന് ട്രിഗർ ആവും. അവർ എന്താ പറയാ, പറ്റിക്കാൻ എളുപ്പാന്ന് പറയില്ലേ? അങ്ങനെ പൊട്ടത്തരംന്ന് പറയില്ലേ? അതില് വീഴുന്ന സംഭവമാണ് ഇവരെ ട്രിഗർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മതം നല്ല രീതിയിൽ മുതലെടുത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ പെണ്ണുങ്ങൾക്ക് കുറച്ച് താല്പര്യമില്ലാത്തവരും ആണുങ്ങൾക്ക് ഇത് സംഭവം ഭയങ്കര കൂടിയിട്ടൊന്നുമില്ല. അതാണ് എൻ്റെ ഒരു മനസ്സിലാക്കല്. ഈ ഒരു സംഭവം ഞാന് എൻ്റെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ മതത്തിലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ട്യൂഷൻ ചേച്ചീനെ പറ്റിയിട്ട്. അപ്പൊ അവരെ വീട്ടില് നമ്മള് ഇങ്ങനെ ട്യൂഷനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ പീരീഡ്സ് ആയി കഴിഞ്ഞാല് അവര് പറയാ പുറത്തായി എന്നാ പറയാ. അപ്പൊ ചേച്ചി വീട്ടിലെ പുറത്ത് ഒരു മുറിയുണ്ട്. അതിൻ്റെ അകത്ത് വേറെ പായുണ്ട്. അതിലേ കിടക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ. പിന്നെ വീട്ടില് അടുക്കളയിൽ കയറാൻ പറ്റില്ല. പിന്നെ വീട്ടില് ഉള്ളവരെ ഒന്നും തൊടാൻ പറ്റില്ല. ബ്രദേഴ്സിനെ അങ്ങനൊന്നും. അപ്പൊ ചേച്ചി പുറത്തായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്യൂഷൻ പുറത്താവും. ഞങ്ങളുടെ ട്യൂഷന് ഉമ്മറത്തിരുന്നിട്ടായിരിക്കും ഞങ്ങളെ ട്യൂഷൻ ചേച്ചി പുറത്തായാല്. അങ്ങനെ. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി ഒരിക്കെ ഇതുപോലെ അറിയാതെ ചേച്ചിയുടെ ഏട്ടനെ തൊട്ടു. ഏട്ടനെ തൊട്ടപ്പോൾ തൊടാൻ പാടില്ലാതെ തൊട്ടതല്ലേ. എന്നിട്ട് ഏട്ടനെ കിണറ്റിൻകരയിൽ കൊണ്ടുപോയിട്ട് വെള്ളം കോരി ഏട്ടൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ കുടം വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. അപ്പൊ ഞാനൊക്കെ എന്താല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഞാനിങ്ങനെ അഭിമാനത്തോട് കൂടിയിട്ടൊക്കെ പറഞ്ഞിരുന്നു. സംഭവം അങ്ങനെയൊന്നും നമ്മൾക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു എല്ലാവരും കൂടി മിക്സായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലായതുകൊണ്ടായിരിക്കാം ഇതിന്റെ കുറെയൊക്കെ സംഭവങ്ങള് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു നമുക്കിടയില്. ഇപ്പൊ ത്തെ തലമുറയിലത് അത്ര ഇല്ലാന്ന് തോന്നുന്നു. അപ്പോ ഞാനൊക്കെ ആയിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് പീരീഡ്സ് ആയ സമയത്ത് നമ്മള് പുറത്തിറങ്ങിയിട്ട് ചെടിയൊക്കെ തൊടൂലേ? ഏതെങ്കിലും വേപ്പിലൊക്കെ പൊട്ടിക്കൂലേ? പൊട്ടിച്ച് കഴിഞ്ഞാല് ആ മരം അങ്ങ് കരിഞ്ഞു പോവും എന്നൊക്കെ നമ്മളിത് ആൾക്കാർ പറഞ്ഞിരുന്നു. പിന്നെ പീരീഡ്സ് ആയി കഴിയുമ്പോ നമ്മള് കേൾക്കുന്ന ആദ്യമായിട്ട് പീരീഡ്സ് ആയി കഴിയുമ്പോ അന്ന് ഞാൻ ആദ്യം കേട്ടത് ഇനി തൊട്ടിട്ട് നീ ഒരു സ്ത്രീയാണ്. ഇനി തൊട്ടിട്ട് നീ ചെയ്യുന്ന പാപങ്ങളുടെ മുഴുവൻ ഉത്തരവാദി നീയാണ്. ഇതുവരെ ഉണ്ടായിരുന്നു. ഞങ്ങള് പറഞ്ഞു തരാനുണ്ടായിരുന്നു. ഇനി നീ ചെയ്യുന്ന കള്ളം പറയുന്ന തൊട്ടിട്ട് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ ഇതും ഇന്ന് തൊട്ടിട്ട് നിനക്ക് എഴുതപ്പെടും എന്നുള്ളതാണ് 11 വയസ്സില് നമ്മള് വലിയ കുട്ടിയാകുമ്പോ നമ്മള് കേൾക്കുന്നത്. അപ്പൊ അന്ന് തൊട്ടിട്ട് നമുക്കെന്തോ ഇന്ന് തൊട്ടിട്ട് ഞാൻ എൻ്റെ നിസ്കാരം, ഇന്ന് തൊട്ടിട്ട് ഞാൻ വലിയൊരു ഉത്തരവാദിത്തം വന്നതുപോലെയാണ്. ഞാനിനി പാപിയാവാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ എനിക്ക് നരകം കിട്ടും എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ നമ്മൾ പീരീഡ്സ് ആയിട്ട് ഉള്ളപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് ആദ്യം പറഞ്ഞത് അതാണ്. എനിക്കങ്ങനെ അന്യമതസ്ഥരോട് പ്രത്യേകിച്ച് അകൽച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉള്ളില് നമ്മളാണ് കുറച്ചും കൂടെ പ്രിവിലേജ് ആയിട്ട് ജീവിക്കുന്നതെന്നൊരു തോന്നലുണ്ട്. നമ്മൾ ലക്കിയാണ്. നമ്മള് നല്ല ശരിയായ സത്യത്തില് ജനിച്ചു. അവരിങ്ങനെയാണ് ജനിച്ചത് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ നമ്മളാണ് കുറച്ചും കൂടെ പെരുമാറ്റത്തിലില്ല, സംസാരത്തിലില്ല, ഒന്നിലുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളില് നമ്മളാണല്ലോ സത്യം, നമ്മളാണല്ലോ ശരി. അപ്പൊ അതിൻ്റെ ഒരു പ്രിവിലേജ് നമുക്കുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പേടി തോന്നുക നമ്മളിപ്പോൾ വലിയ ആൾക്കാരുണ്ടാവില്ലേ, നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഏജ് ഗ്രൂപ്പിൽ അങ്ങനെയുള്ള ഒരു സാധാരണ ലെവലിലുള്ള ഇതിലുള്ളവരൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഒരു നീണ്ട കുറിയൊക്കെ ഇട്ടിട്ട് ഒരാളാണെങ്കിൽ കുറച്ച് കുറച്ച് വലിയ ഒരാൾ നീണ്ട കുറിയൊക്കെ ഇട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ പേടിയാണ്. അത് നമ്മൾ അങ്ങനെയാണല്ലോ എന്തോ ഒരു അവര് നമ്മളോട് അവർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ അവര് നമ്മളെ ആഹ് എന്താ പറയാ ഉപദ്രവിക്കുകയോ നമ്മളെ ആഹ് എന്താ പറയാ ആക്രമിക്കുകയോ അങ്ങനെ എന്തോ അത് എപ്പോഴൊക്കെയോ കേട്ടതിന്റെ പേരിലാണോ അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു കേട്ടുകേൾവിയുടെ പുറത്താണോന്ന് അറിയില്ല. ആഹ് ഒരു ഓട്ടോ വിളിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വണ്ടി വിളിക്കുകയാണ്, ആ ഒരു ഊബറൊക്കെ വിളിക്കുകയാണെങ്കിൽ വന്ന് നിൽക്കുന്നത് ഇതുപോലെ നീണ്ട കുറിയൊക്കെ തൊട്ടുള്ള ഒരാളാണെങ്കിൽ അവിടെ എത്തുന്നവരെ കൈയും കാലും മറിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു സംഭവമുണ്ട്. ആഹ് അതല്ലാതെ വേറെ മറ്റുള്ളവരോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കില് എനിക്കങ്ങനെ ലൈഫില്
അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. ആഹ് പ്ലസ് ടു എക്സാം എഴുതി റിസൾട്ടൊക്കെ വരുന്നതിന് മുന്നേ എൻ്റെ കല്യാണം കഴിച്ചു. എന്നെ കഴിപ്പിച്ചു. അതില് കല്യാണം ഉറപ്പിച്ചത് തന്നെ എന്നെ കാണാൻ വന്നിട്ട് ഒരു 25 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കല്യാണം നടത്താനുണ്ടായത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അറിയില്ല അന്നത്തെ സമയത്ത് വീട്ടുകാര് പറഞ്ഞു കാണാൻ വന്നു. കാണാൻ എങ്ങനെയുണ്ട്? ഓക്കെയാണ്. ബാക്കി വീട്ടുകാര് അന്വേഷിക്കുന്നു. കല്യാണം നടത്തുന്നു. അതിനുള്ള അറിവേ ഉള്ളൂ. അതിനുള്ള ബോധേ ഉള്ളൂ. പിന്നെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്കെന്നെ ഒരു ബോധം വരുന്നത്. നമ്മളെന്താണ്? നമുക്കെന്തായിരുന്നു വേണ്ടിയിരുന്നത്? അങ്ങനെയുള്ള ഒരു സാധനമൊക്കെ നമുക്ക് പിന്നീട് നമ്മള് ആവുള്ളൂ അങ്ങോട്ട്. അപ്പഴത്തേക്കൊക്കെ നമ്മള് ഇതിന്റെ അകത്ത് സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ ബന്ധങ്ങളിലായാലും ഈ പറഞ്ഞ പോലെ എനിക്ക് ആഹ്, ആഹ്, ഫ്രണ്ട്സൊക്കെ ബോയ്സില് എൻ്റെ ഫ്രണ്ട്സിനെ കിട്ടി ഞാൻ പിന്നെയും കണക്ട് ആകുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ടെൻഷനാണ്. കുറച്ചും കൂടെ പേഴ്സണലായിട്ട് നമ്മളെന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലൊക്കെ എനിക്ക് പേടിയാണ്. ഞാൻ തൗബ ചെയ്യും. അങ്ങനെയൊക്കെ ഈവൻ നമ്മളങ്ങനെ ഒന്നും മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ പോലും പിന്നീട് നമ്മള് കോളേജിൽ പിന്നീട് പോകുമ്പോഴും നമ്മള് ആൾക്കാരെ കാണുമ്പോഴായാലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മള് അങ്ങനെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊരു ആൺകുട്ടീനെ വെക്കാനൊന്നും നമ്മളെന്തോ ഒരു തെറ്റ് ചെയ്യാണ്, ഞാനൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ധാരണ ഉണ്ടാവും. അങ്ങനെ കുറച്ച് നാൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ ഭയങ്കര കുറ്റബോധമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ വിചാരിക്കും ഞാൻ മക്കയിൽ പോയിട്ട് ഉംറ ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ തൗബ ചെയ്യും. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു കാലം. പിന്നെ ഇപ്പോ നമ്മള് ഇത്രയായി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറി. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ ഫ്രീ ആണ്. ഇപ്പോ ഈ പറഞ്ഞ പോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരു ആൺകുട്ടി എനിക്കൊരു ഫ്രണ്ടായിട്ടുണ്ട്. അപ്പോ അത് ഇവിടെ ഭയങ്കര ഹസ്ബൻഡിനൊക്കെ ഭയങ്കര പ്രശ്നമാണത്. ആ ഒരു ആളായിട്ട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അത് പ്രശ്നം ഇതാണ് ഏഹ് വേട്ടവന്മാര് എന്നിട്ട് വേട്ടവന്മാരോടൊക്കെ വർത്താനം പറയാനുള്ളത്. "നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ?" എന്നൊക്കെ ചോദിക്കും. അതൊരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ പക്ഷെ ഇപ്പൊ ഞാനങ്ങനൊരു എന്താ പറയാ ആൺകുട്ടികളാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ ആണുങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രണ്ട് ആവാതിരിക്കുന്ന ആ ഒരു സംഭവം ഇപ്പൊ ഇല്ല. മുന്നേക്കെ ഉണ്ടായിരുന്നു. വിശ്വാസിയായിരുന്നപ്പോ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ ചോദിച്ചാല്, എവിടെയോ നമ്മുടെ ഉള്ളിൽ ഒറ്റപ്പെടൽ ഉണ്ടാവും. പക്ഷെ ആ വേദനേനെ ആസ്വദിക്കുന്ന ഒരു ലെവലായിരുന്നു ഞാനെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് സംഭവം നമ്മൾ കുറെ ഒഴിവാക്കും. പക്ഷെ അത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ത്യാഗാണല്ലോ. അപ്പോ ആ ഒരു വേദന നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നമ്മളെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ നമ്മള് പാട്ടൊക്കെ കേട്ട് പോവും. അതല്ലെങ്കില് സിനിമയൊക്കെ കണ്ടു പോവും. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് കുറ്റബോധാണ്. അത് പിറ്റത്തെ നമസ്കാരം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളത് ആലോചിച്ചിട്ടായിരിക്കും കരയാ. ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തു. എന്നോട് പൊറുക്കണം. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാതെ നമ്മളെപ്പോഴും ഒരു പാപിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലുണ്ടാവും. പിന്നെ നമ്മള് മതത്തിനെക്കുറിച്ച് നമ്മളിങ്ങനെ സംശയിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്കതിനെ പറ്റിയൊക്കെ അതായത് ഇപ്പൊ ഈ ചിത്രം വരച്ചാല് നമ്മളൊക്കെ ചെറുപ്പത്തില് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ചിത്രം വരച്ച അള്ളാഹു അതിനെക്കൊണ്ട് അതിന് ജീവൻ കൊടുപ്പിക്കും. നമ്മളെക്കൊണ്ട് ജീവൻ കൊടുപ്പിക്കും എന്ന് പറയുന്ന സംഭവം. അപ്പോ പിന്നീട് നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അതായത് നമ്മളൊരു മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള പ്രപഞ്ചം തന്നെ പറയുന്നത് തന്നെ എത്രമാത്രമുണ്ട്. അതായത് ഇപ്പോ ഗാലക്സി അതുപോലെ കുറേ ആഹ് അതിലൊരു കുഞ്ഞ് സൂര്യൻ, അതിലൊരു പൊട്ടുപോലെയുള്ള നക്ഷത്രമായിട്ടുള്ള സൂര്യൻ. അതിന്റെ അകത്ത് അതിന്റെ ചുറ്റും കറങ്ങുന്ന ഒരുപാട് ഗ്രഹങ്ങളിലെ ഒന്ന് മാത്രമായിട്ടുള്ള ഭൂമി. ആ ഭൂമിയിലെ കോടാനകോടി ജീവജാലങ്ങളിലെ ഒന്ന് മാത്രമായിട്ടുള്ള മനുഷ്യൻ. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഒരു ചിത്രം വരയ്ക്കുക, ഒരു പാട്ട് പാടുക,
ഒരു നൃത്തം ചെയ്യാന്നൊക്കെ പറയുന്നത്, ഇത്രയും ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞ ശക്തി ഉണ്ടെങ്കില്, ഇത്രയും വലിയൊരു പ്രപഞ്ച ശക്തിക്ക് നമ്മളെ ഇത്രയും നിസ്സാരമായ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങള് ദൈവത്തിനെ അനുകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ചിത്രം വരക്കലൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയോട് അനുകരിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നിസ്സാരമാണോ ദൈവം എന്നൊക്കെ നമ്മൾ പിന്നെ ചിന്തിക്കുകയാണ്. പറഞ്ഞ പോലെ മനുഷ്യന്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ ഒരു കാര്യമില്ലാണ്ട് ചവിട്ടി അരക്കുന്നു. ഏഹ് അത്രേ ഉള്ളൂ ദൈവം. അപ്പോൾ ശരിക്കും ഇതായിരിക്കോ ദൈവം? ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇതായിരിക്കോ വേണ്ടത്? ഇങ്ങനെ നമ്മൾ ഇത്രയും നിസ്സാരമായ മനുഷ്യന്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയൊക്കെ തല്ലിക്കെടുത്തിയിട്ട് ഈ ദൈവത്തിന് എന്താണ് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ പിന്നീട് ഇങ്ങനെ നമ്മൾ ആലോചിക്കണം. ആ പർദ്ദ എൻ്റെ ലൈഫില് ഞാൻ തന്നെ തിരഞ്ഞെടുത്തൊരു സംഭവമായിരുന്നു. അതായത് ലൈഫിലിങ്ങനെ ഉം, നല്ലതല്ലാത്ത സമയങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ സത്യത്തിൽ നമ്മൾ വളരെ ചെറുതാണ്. നമ്മുടെ ഏർലി 20s നിൽക്കുന്ന കാലം ആലോചിക്കണം. പക്ഷെ ഏഹ്, വിവാഹമൊക്കെ കഴിഞ്ഞു. ഉം, പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓക്കെ അല്ലാതെ വരുമ്പോൾ എനിക്കാകെ തോന്നിയത് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചത് എനിക്ക് ഈ ലോകത്ത് ഞാൻ പരാജയപ്പെട്ടു. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇനി എനിക്ക് അടുത്ത വരുന്ന ലോകത്തെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരൊറ്റ ധാരണയിൽ നമ്മളൊരു യാത്രക്കൊരുങ്ങുമ്പോൾ പെട്ടി കെട്ടൂലേ? അതുപോലെ ഞാൻ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ റെഡിയായിരുന്നത്. ഇതല്ല എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, എനിക്ക് അവിടെ ജയിക്കണം. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി എനിക്ക് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആവാം എന്ന് മാത്രം ചിന്തിച്ചിരുന്ന കാലത്താണ് ഞാൻ എല്ലാ സംഭവങ്ങളും ഒഴിവാക്കി ഞാൻ അബായയിലോട്ട് വന്നു. അതുവരെ ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാന് അബായയായി. ഞാനൊരു ചുരിദാർ ഇട്ടാല് വേറെ എന്തെങ്കിലും ഡ്രസ്സ് എന്നോട് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വീട്ടിലത്തോര് ഇടാൻ പറഞ്ഞാല് ഞാൻ പറയുന്നത് എനിക്കിത് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ പ്രാർത്ഥന എൻ്റെ റബ്ബ് സ്വീകരിക്കാത്തത് പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന എൻ്റെ പടച്ചോൻ കേൾക്കുന്നില്ല എന്നൊരു ധാരണയായിരുന്നു. അപ്പൊ ഞാന് അങ്ങനെ അബായയിലോട്ട് വരുന്നു. ഖുർആൻ കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നു. ആഹ് പിന്നെ എല്ലാം നമസ്കാരങ്ങളാണെങ്കിലും ആഹ് 5 വക്ത് നമസ്കാരം കൂടാതെ ഓരോ നമസ്കാരത്തിൻ്റെ കൂടെയും ഒരു ളുഹർ എക്സ്ട്രാ നിസ്കരിക്കും. കാരണം നമ്മൾ 11 വയസ്സ് തൊട്ടിട്ട് നമ്മൾ തുടങ്ങിയതാണല്ലോ ഈ ഒരു നിർബന്ധ നമസ്കാരങ്ങളുടെ കാലം. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് മിസ്സായി പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഓരോ നിസ്കാരത്തിൻ്റെ കൂടെയും ഒരെണ്ണം എക്സ്ട്രാ നിസ്കരിക്കും. റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കും. എന്താ പറയാ, ആഹ് എല്ലതും തഹജ്ജുദ് നിസ്കരിക്കും. അങ്ങനെ നിൽക്കുന്നൊരു കാലം. അപ്പൊ അതിന്റെ ഭാഗമായിരുന്നു അബായൊക്കെ. അപ്പൊ അതെനിക്ക് ഏഹ്, ബുദ്ധിമുട്ടായിരുന്നോന്ന് ചോദിച്ചാല് അതെനിക്ക് ബുദ്ധിമുട്ടായിട്ടില്ല. കാരണം ഞാൻ സെലക്ട് ചെയ്തതുകൊണ്ട്. പിന്നെ എന്റേൽ ഉള്ളതൊക്കെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഉള്ളതൊക്കെ നല്ല നല്ല സാധനങ്ങളായിരുന്നു. ഇവിടുന്ന് കൊണ്ടുവരണതായിരുന്നു. ദുബായിന്നൊക്കെ നല്ല നല്ല മോഡൽ സാധനങ്ങൾ വരും. നാട്ടില് നമ്മളെ ആരെടുത്തും ഇല്ലാത്ത അങ്ങനത്തെ മോഡലുകളൊക്കെ എൻ്റെലുണ്ടാവും. പിന്നെ എല്ലാരും വെറുതെ അബായ ഇടുമ്പോ ഒരു അറബി ലുക്ക് ഉണ്ട് എന്നൊക്കെ പറയണ കേൾക്കുമ്പോ അതിലും ഒരു രസം കണ്ടിട്ടൊക്കെ തോന്നണു. ഞാനത് ആസ്വദിച്ചിരുന്നു. ഞാന് ഇട്ടിരുന്നു. പിന്നെ ഇങ്ങനെ കാണും. നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ കാണുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കും. നമ്മള് വിചാരിക്കും ഇങ്ങനെ ആഹ് അവർക്കെന്ത് ഭാഗ്യാല്ലേ എന്ന് വിചാരിക്കും. കാരണം അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ നമുക്കതൊന്നും ഇടാൻ പറ്റില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അബായ ഇട്ടിരുന്ന കാലത്ത് ഞാനത് ഇഷ്ടത്തോടെ തന്നെയാണ് ഇട്ടിരുന്നത്. ഒരു ദിവസം എത്ര തവണ ഓതുവായിരുന്നുന്ന് ചോദിച്ചാല്, എനിക്ക് അതിനൊരു കൃത്യമായിട്ടൊരു ഇതുണ്ടായിരുന്നു. അതായത് മഗ്‌രിബിക്ക് ശേഷം ഓതുന്ന ഒരു 5 വലിയ സൂറത്തുകളുണ്ട്. അതായത് സജദ, മുൽക്ക്, യാസീന്, അർ-റഹ്മാൻ, വാഖിയ. അങ്ങനെ 5 സൂറത്തുകളുണ്ട്. അപ്പൊ അത് എല്ലാ ദിവസവും മഗ്‌രിബിക്ക് ശേഷം ഓതുവായിരുന്നു. രാവിലെ എന്ന് പറയുമ്പോൾ എൻ്റെ ഖത്തം ഓതുന്ന സംഭവമാണ്. അതായത് സുബഹിക്ക് ശേഷം കുറച്ച് നേരം കുറച്ച് ഓതും.
അത് ബക്കറ തൊട്ടിട്ട് ഇങ്ങോട്ട് ഹത്തം തീർക്കുന്ന ഒരു സംഭവം. അതൊരു പറ്റുന്നത്രേ കുറച്ച് ഓതും. പിന്നെ അത് അങ്ങനെ ഒരു അപ്പൊ അങ്ങനെ 2 സമയമാണ് സാധാരണഗതിയില് ആഹ് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നിരുന്നത്. അത് കൂടാണ്ട് പിന്നെ ഏഹ്, എന്താ പറയാ ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് സമയം കണ്ടെത്തും. എൻ്റെ കയ്യിൽ എപ്പഴും ഈ തസ്ബീഹ് ചൊല്ലുന്ന ഒരു വിരലിടുന്ന ഒരു സംഭവമില്ലേ? ഇങ്ങനെ കൗണ്ട് എടുക്കുന്ന ഒരു സംഭവം. അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. കിച്ചണില് പണിയെടുക്കുമ്പോ ആ ഒരു വെള്ളം നനയുന്ന ഒരു സമയത്ത് അപ്പുറത്ത് ഊരി വെക്കും. അതല്ലെങ്കിൽ ഇല്ലാത്ത സമയത്തൊക്കെ എൻ്റെ കയ്യില് ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ എങ്ങനെങ്കിലും ഒരു 1000 അതിന്റെ മേലെയോ സ്വലാത്തുകള് ഒരു ദിവസം തീർക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ചിലപ്പോ അതിൽ കൂടുതൽ ഒരു ചലഞ്ച് പോലാക്കിയിട്ട് ഇത്ര സമയം കൊണ്ട് 1,00,000 തീർക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ നിയത്ത് ചെയ്യാറ് അധികം സ്വലാത്താണ്. 1,00,000 അങ്ങനൊക്കെ നിയത്താക്കും. ഒരു ദിവസം 10,000 അങ്ങനെയൊക്കെ വെച്ചിട്ടിരിക്കും. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? അത് ആഹ് അങ്ങനെ ഇരുന്ന് ചൊല്ലും ഓരോ നമസ്കാരത്തിന് ശേഷം പറ്റുമ്പോഴൊക്കെ. അപ്പൊ അതിലെന്നെ ആയിരിക്കും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് പഠിപ്പായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റക്കായിരുന്നു. അതൊന്നും മുന്നോട്ട് പോയിരുന്നില്ല. ആഹ് അതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ കൂടുതൽ ഇതായിരുന്നു എൻ്റെ ലോകം എന്ന് തന്നെ പറയുന്നത് തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത്. അതിൻ്റെ ഒപ്പാണ് ആഹ് ഞാനീ മറ്റേ ഇസ്ലാം മടശ്ശേരിയുടെ സംഭവമൊക്കെ കേട്ടതും അതിനോട് കൂടെയാണ്. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് പിന്നെ എൻ്റെ മാറ്റങ്ങളുടെ തുടക്കാണ്. അതുകൊണ്ട് എന്നെ കാണുന്ന എൻ്റെ വീട്ടില് ഉള്ളവര് ഒക്കെ പറഞ്ഞു തുടങ്ങിയത് പഠിക്കാൻ പോയപ്പോ ഞാൻ നാശായി എന്നുള്ളതാണ്. കാരണം അപ്പൊ സത്യത്തില് ആ ഒരു സമയത്താണ് ആ ഒരു സംഭവങ്ങൾ നമ്മുടെ മുന്നിലോട്ട് വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നതോടുകൂടി എന്താ പറഞ്ഞേച്ചാല് പഠിക്കാൻ വിടുന്ന സമയത്ത് ഭയങ്കര എതിർപ്പായിരുന്നു. എന്നെ പഠിക്കാൻ അനുവാദം ഇല്ലായിരുന്നു ശരിക്കും. ഞാൻ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒന്ന് തുടങ്ങിയത്. അപ്പൊ ആ ഒരു സമയത്ത് ഏഹ് വീട്ടിൽ തന്നെ ഇരുത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ആവൂലായിരുന്നു. പുറത്ത് വിട്ടത് വിട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ടാണ് അത് എത്തി വന്ന് നിൽക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുസ്ലിമായിട്ടുള്ള കൂട്ടുകാര് കുറവായിരുന്നു. കാരണം ഞാൻ പഠിച്ചതൊക്കെ ഇസ്ലാമിക് സ്കൂളുകളിലാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അവര് നമുക്കങ്ങനെ മതപ്രചരണമായിട്ട് നടത്താനൊന്നും പറ്റില്ല. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങടെ സാറ് ഇസ്ലാമിക് സാറുമാരുണ്ടാവും. ഇസ്ലാമിക് സാറ് ഏഹ്, അത് നോൺ മുസ്ലിംസ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. അവര് കുറച്ച് ബാക്ക് ബെഞ്ചിലിരിക്കണം എന്നേ ഉള്ളൂ. അവരവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അവര് കേൾക്കുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ സാറ് ഓപ്പണായിട്ട് അവരെ പരിഹസിച്ചിരുന്നു. ഉസ്താദുമാരാണ് ഇസ്ലാമിക് സാറുമാരെന്ന് പറയുന്നത്. മദ്രസയിലെ ഉസ്താദുമാര് ആരെങ്കിലും ആണ്. നമ്മുടെ നാട്ടിലുള്ള ആർക്കെങ്കിലും സ്കൂളിൽ ജോലി കിട്ടുന്നെ. അപ്പൊ അവര് ഇങ്ങനെ പറയണ്ടായിരുന്നു, "നിങ്ങളെന്താണ് ആരാധിക്കണതെന്ന് നിങ്ങക്ക് വല്ല ധാരണയുണ്ടോ? അതായത് ശിവലിംഗം, ശിവന്റെ ലിംഗമോ അതിനല്ലേ നിങ്ങൾ ആരാധിക്കുന്നത്?" എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിച്ചിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നോൺ മുസ്ലിം ആണ്. അപ്പൊ അത് കേട്ടിട്ട് വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ. അപ്പൊ അന്ന് അതൊക്കെ കേൾക്കുമ്പോ ശരിയല്ലേ, ഉള്ളിന്റെ ഉള്ളൊരു പുച്ഛം ഉണ്ടായിരുന്നു ട്ടോ. അത് വേണം പറയാൻ. അതായത് അന്ന് ഇത്ര തീവ്രമായ വിശ്വാസിയൊന്നും ആയിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഞാനിതൊരു ഹയർ സെക്കൻഡറി ജമാഅത്ത് ഇസ്ലാമിലോട്ടൊക്കെ എന്റെ സ്കൂളിലൊക്കെ പോയപ്പോഴാണ് ഞാന് കുറച്ച് ഹൈപ്പിലെത്തുന്നത്. മറ്റത് അങ്ങനല്ല. എന്നാലും വിശ്വാസം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരുടെ വിശ്വാസങ്ങളോടൊക്കെ ഒരു പുച്ഛം ഉണ്ടായിരുന്നു. കാരണം മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇവര് വിശ്വസിക്കുന്നത് എന്നൊരു ഒരു ധാരണ ഉണ്ടായിരുന്നു. ആരാധിക്കുന്ന സാധനം ഇതാണ്. അപ്പൊ സാറത് പറഞ്ഞ് എല്ലാരും ചിരിച്ചു അല്ലെങ്കില് പ്രശ്നമായി എന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളില് ആ സാറ് പറഞ്ഞത് ശരിയില്ലേ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മളങ്ങനല്ലല്ലോ. പിന്നെ തട്ടടിക്കാൻ നോക്കിയിട്ടുണ്ടോ ചോദിച്ചാല് സ്കൂളിൽ പിള്ളേരൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ചേച്ചി ട്യൂഷൻ ചേച്ചിക്ക് നമ്മളിങ്ങനെ ഓരോ എപ്പളും ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ട് ചേച്ചിക്ക് മുസ്ലിമായ കൊള്ളാമെന്നുണ്ടായിരുന്നു ശരിക്കും എന്റെ ട്യൂഷൻ ചേച്ചിക്ക്. ഞാനന്നൊക്കെ കുട്ടിയാണ് ട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു അത് കേൾക്കുമ്പോ. ഒരാള് വരാണ് നമ്മളെ ഭാഗത്തേക്ക് വരാന്ന് പറയുമ്പോ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമുക്കെന്തോ പുണ്യം കിട്ടുന്ന കാര്യം പോലൊക്കെ ഒരു ഫീൽ ഉണ്ട്. അത് നമ്മുടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടുകാരെ പേടിച്ചിട്ട് മാത്രാണ് അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ
വിഷമാവും വീട്ടിത്തോർക്കുന്ന് കൊണ്ട് മാത്രാണ് ചേച്ചി മതം മാറാതിരുന്നത്. അതല്ലെങ്കി മാറിയേനെ. ചേച്ചിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങളോടൊക്കെ. ഞാൻ കാരണാണോന്നൊന്നും പറയണില്ല. പക്ഷെ ഞാൻ കുറെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. വേറെയും കഥകൾ അവിടെ ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ടാവായിരിക്കും. അപ്പൊ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ഞാനങ്ങനെ അല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞല്ലോ, അതിനുള്ള സമയമൊന്നും ലൈഫില് കിട്ടിയിട്ടില്ല. ആകെ 12ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴത്തേനും കല്യാണം കഴിഞ്ഞല്ലോ. അപ്പൊ അതിനിടക്ക് നടന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇപ്പോഴൊക്കെയാണ് എനിക്ക് പിന്നെയും കുറച്ച് നോൺ മുസ്ലിം ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഇപ്പോഴാണുള്ളത്. അവർക്ക് നല്ല നല്ല മനുഷ്യരാട്ടോ. അതായത് ഉസ്താദുമാരുടെ വയലിലൊക്കെ ഞാന് ഇങ്ങനെ കേട്ടിട്ട് ഞാൻ ഭയങ്കര എന്താ പറയാ പുളകം കൊണ്ടൊരു സാധനമുണ്ട്. അതായത് എന്തെളുപ്പമാണ് പെണ്ണേ നിനക്ക് സ്വർഗ്ഗത്തിലെത്താൻ. എന്തെളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ടാണ് ഉസ്താദ് പറയണത്. അപ്പൊ ഞാനിങ്ങനെ കോരിത്തരിച്ചിരുന്നിട്ട് കേട്ടിട്ടുണ്ട്. അതായത് ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, ഭർത്താവിന് മുന്നിൽ ഒരുങ്ങിച്ചെല്ലുക, ആഹ് ഭർത്താവിന് വേണ്ടി ഭർത്താവിന്റെ ആ സാന്നിധ്യത്തിലും അയാൾക്ക് വേണ്ടിയിട്ട് നമ്മള് ചെയ്യുന്ന, ജീവിക്കുന്ന, കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അങ്ങനൊരു സ്ത്രീയായി പിന്നെ പടച്ചവനും പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ഇണ്ടെങ്കിൽ എനിക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ഏഹ് അങ്ങനൊരു സാധനം. അപ്പൊ പിന്നെ എന്താണ് എനിക്ക് അങ്ങനൊരു സ്ത്രീയായാ മതി. ആഹ് പക്ഷെ ഓൾറെഡി നമ്മൾ ഈ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചതുകൊണ്ടേ പിന്നെ കുറച്ച് കൊല്ലം മുന്നേ ആണല്ലോ. അപ്പൊ അന്ന് ഏഹ് ഞാൻ എന്നെക്കുറിച്ച് നമ്മളെന്നുള്ള വ്യക്തി എന്താണ്? എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത്? എന്നുള്ളതിനേക്കാൾ കൂടുതല് ഞാൻ എൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ടും ഞാൻ അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്നത് എൻ്റെ കൂടെയുള്ള മനുഷ്യരെ സന്തോഷിപ്പിക്കാനായിരുന്നു. അപ്പൊ അവരെ മനസ്സിലൊക്കെ ഞാൻ നന്നാവും. അല്ലെങ്കില് അവരുടെയൊക്കെ മുന്നില് എനിക്ക് എനിക്കും അതുപോലെ തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിഞ്ഞൂടാ. ഏഹ് ഞാൻ ഏഹ് ഗൾഫില് ഹസ്ബൻഡ് പോയാലും ആള് തിരിച്ച് വരുന്ന പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ റിസർച്ച് ചെയ്യുന്നത്, ഞാൻ അന്വേഷിക്കുന്നത്, ഞാൻ കാത്തിരിക്കുന്നതൊക്കെ എങ്ങനെ എനിക്ക് ബെസ്റ്റ് ആവാം. ഗൂഗിളില് സെർച്ച് ചെയ്യുന്നത്, വായിക്കുന്നത്, അതിനു വേണ്ടി വ്യക്തിപരമായിട്ടും എന്താ പറയാ ശാരീരികമായിട്ടും മാനസികമായിട്ടും എങ്ങനെ എങ്ങനെ റെഡിയായി കാത്തിരിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുങ്ങും, മൈലാഞ്ചി ഇടും, എന്താ പറയാ ഉം എല്ലാ സാധനവും ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ തൊട്ട് അതായത് ഏഹ് ആൾക്ക് ഏത് സ്മെല്ലാണ് ഇഷ്ടം. ഏഹ് ഏഹ് ആ സ്മെല്ലിനനുസരിച്ചുള്ള എണ്ണ. എന്നെ എല്ലാരും കളിയാക്കുമായിരുന്നു. അതായത് ഏഹ് അതുപോലെ ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ആള് ഹസ്ബൻഡ് നാട്ടിൽ വരാന്ന് പറയുമ്പോ എനിക്ക് ആർക്കും ഇല്ലാത്തൊരു തയ്യാറെടുപ്പാണ്. അപ്പൊ ഞാൻ അതിലൂടെയൊക്കെ കൂലിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ അപ്പൊ എനിക്കൊരു പെർഫ്യൂം ഉണ്ടെങ്കിലും ഞാനതൊന്നും ഈ പറഞ്ഞ പോലെ ഞാൻ അത് ഹസ്ബൻഡിന്റെ മുന്നില് അടിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അതെനിക്ക് സ്വർഗം കിട്ടൂലോ. അപ്പൊ ആ ഒരു ലെവലില് ഞാനതിനൊക്കെ ശരിയായിട്ടാണ് കണ്ടിരുന്നത്. പിന്നെ കുറച്ച് കാലൊക്കെ കഴിഞ്ഞ് നമുക്കും ബുദ്ധി വരില്ലേ. നമുക്കും ബുദ്ധി വരുന്നു. പിന്നീട് നമ്മളിങ്ങനെ പലതും കാണുന്നു, വായിക്കുന്നു. ഒക്കെ കണ്ട് തുടങ്ങുമ്പോഴാണ് അയ്യയ്യേ! നമ്മളെന്ത് പൊട്ടത്തിയായിരുന്നു. നമ്മള് പാവായിട്ട് നമ്മള് ഇത്ര നന്നായിട്ട് പെരുമാറിയിട്ട് നിന്നിട്ട് നമ്മൾക്കെന്താ വേണ്ടതെന്ന് ഈ മനുഷ്യരാരും അന്വേഷിച്ചിട്ടില്ല. ഏഹ് അപ്പൊ നമ്മളെ സന്തോഷം എന്താണ്? നമ്മള് ജീവിച്ചത് ഫുള്ള് ഇങ്ങനെ അവരെ സന്തോഷിപ്പിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ മറ്റുള്ളവരെ അതുകൊണ്ടൊക്കെ എന്താ പറയാ നന്നായി എന്നല്ലാതെ നമുക്കൊന്നുമില്ല. നമ്മള് മതമായിട്ടും ഈ ഒരു ചട്ടക്കൂട് മുഴുവനും നമ്മളൊക്കെ മുതലെടുക്കായിരുന്നു എന്നുള്ളൊരു സംഭവം. പിന്നെയാണ് ഇതിന്റെയൊക്കെ ഉള്ളിലെ എല്ലാ സംഭവങ്ങളും നമ്മള് കാണുന്നത്. അതിന് ശേഷാണ് ഇതിനോടൊക്കെ കാണുമ്പഴേ ദേഷ്യം വരുന്നത്. എന്താച്ചാല് നമ്മളങ്ങനെ ജീവിച്ചിട്ടേ ശരിക്കും പറ്റിക്കപ്പെട്ട പോലെ തോന്നാണ്. പിന്നീട് ഈ സ്ത്രീകളെ കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്കിങ്ങനെ രക്തം തിളക്കും. ഞാൻ എന്തിനാണ് ഇതിനെ ഇത്ര ഇമോഷണലി ബാധിക്കണേന്നൊക്കെ ആലോചിക്കും. ചില സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ആഹ് സംഭവങ്ങള് വേശ്യാന്ന് വിളിക്കുന്നത് ഇങ്ങനെ കുറേന്ന് കേൾക്കുമ്പോ
ഇപ്പൊക്കെ ഞാൻ ഭയങ്കര ഇമോഷണലി ട്രിഗർ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, ഏഹ്, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഉള്ളിലോട്ട് എടുക്കുന്നേന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെ ജീവിതത്തില് നമ്മളങ്ങനെ ഫോളോ ചെയ്തിട്ടേ അങ്ങനൊരു കാലം. അങ്ങനെ ചോദിച്ചാല് സ്കൂളിൽ പഠിക്കുമ്പോ, ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒന്നും ഞാൻ അത്ര തീവ്രമായ വിശ്വാസിയൊന്നും ആയിട്ടില്ല. ഒരു തട്ടിക്കൂട്ട് വിശ്വാസിയായിരുന്നു അന്നൊക്കെ. അപ്പോ അന്നെന്ന് പറഞ്ഞാല് എന്താച്ചാല് കുറേ പിള്ളേരുണ്ടാവും അങ്ങനെ നോക്കുമ്പോ. കുറേ വായി നോക്കിയാലുണ്ടാവും. അപ്പോ നമ്മളതൊക്കെ ആസ്വദിച്ചിരുന്നു ട്ടോ. അങ്ങോട്ടൊന്നും പോയി വീണിട്ടില്ല. കാരണം കുറേ പേരുണ്ടാകുമ്പോ നമ്മളതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് പോയിരുന്നൊരു കാലം. പിന്നെ ഒരു ഹയർ സെക്കൻഡറി ഒക്കെ ആയ സമയത്താണ് ഒരു സംഭവത്തിലോട്ട് പോയി ചാടുന്നുണ്ട് ഞാന്. അപ്പൊ അതുപോലെ കുറച്ചൊക്കെ സംസാരിച്ചിരുന്നു. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര തെറ്റ് ചെയ്യാണല്ലോ, അന്യപുരുഷനോട് സംസാരിക്കുകയാണല്ലോ എന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ് അപ്പൊ എന്റെടുത്ത് പറയുവായിരുന്നു, "നമുക്ക് അങ്ങനൊന്നും വിചാരിക്കണ്ട. നമുക്ക് നമ്മള് കല്യാണം കഴിച്ചിട്ട് നമുക്ക് ഹറമിൽ പോയിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ ശരിയാവും." എന്നൊക്കെ പറയുവായിരുന്നു. അപ്പൊ ആന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അതല്ലല്ലോ പിന്നെ കല്യാണമൊക്കെ പിന്നെ വേറെയാണല്ലോ കഴിഞ്ഞത്. അങ്ങനെ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കില് ഞങ്ങള് ചെറുപ്പം തൊട്ടിട്ടേ എനിക്കറിയായിരുന്നു എന്നെ. കാരണം എൻ്റെ വീട്ടില് ഞങ്ങള് 3 പെൺകുട്ടികളാണ്. അപ്പോ ചെറുപ്പം തൊട്ടിട്ടേ എനിക്കറിയായിരുന്നു എന്നെ 18 വയസ്സായാൽ കല്യാണം കഴിപ്പിച്ച് വിടുമെന്ന്. കാരണം അങ്ങനെ ഒരു ചർച്ച വീട്ടില് ഞാൻ പെട്ടെന്ന് എനിക്ക് എന്നെ കണ്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഒരു വലിയ കുട്ടിയായ പോലെ ഉണ്ടായിരുന്നു എന്നെ കാണാന്. അപ്പോ പ്രപ്പോസലൊക്കെ വരുമ്പോ കാണുമ്പോ വഴിയിലൊക്കെ കാണുമ്പോ ആൾക്കാരൊക്കെ ചോദിക്കുന്നൊരു കാലം. അപ്പൊ അന്നൊക്കെ പറയുമായിരുന്നു 18 വയസ്സായിട്ട് കല്യാണം കഴിപ്പിക്കും, 18 വയസ്സായിട്ട് കല്യാണം കഴിപ്പിക്കുംന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയായിരുന്നു എന്നെ ആ ഒരു സമയത്ത് കല്യാണം കഴിപ്പിക്കുന്ന്. അപ്പൊ ആ ഒരു ധാരണയിലാണ് വളർന്നത്. വലിയ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ സ്വപ്നം കാണാനുള്ള ഒരു അവകാശം ഉണ്ടെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനുമാണ് നമുക്ക് ആ ഒരു കോളേജിൽ ചേർന്നു. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ചേരുന്ന സമയത്ത് എനിക്ക് മെറിറ്റില് ആ കോളേജിൽ അപ്ലൈ ചെയ്തതില് ഫസ്റ്റില് കിട്ടിയ ആളാണ് ഞാന്. ഞാൻ അപ്ലൈ ചെയ്ത എല്ലാ കോഴ്സുകൾക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആം, അങ്ങനെ കേറുമ്പഴേ എന്നോട് പറഞ്ഞു, "മെറിറ്റിലാണ് കേറുന്നേ. ആഹ്, ഒരു കുട്ടിയുടെ ചാൻസ് നഷ്ടപ്പെടുത്തരുത്. കംപ്ലീറ്റ് ചെയ്യില്ലേ?" എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആന്നൊക്കെ പറഞ്ഞ് കേറി. പിന്നെ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാന് എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഭയങ്കര സക്സസ് ആയി. ഐ മീൻ എല്ലാവരും ഗേൾസൊക്കെ എല്ലാവരും ഡോക്ടേഴ്സും അല്ലെങ്കിൽ പൈലറ്റ് വരെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ചതില്. അപ്പൊ എനിക്ക് പിന്നെ ഞാൻ പിന്നെ എല്ലാവരിൽ നിന്നും അകന്നു. ഞാൻ തോറ്റുപോയി. ഞാനിപ്പോ അവരെ ഫോൺ ചെയ്താലും അവരൊക്കെ അങ്ങനത്തെ വിശേഷങ്ങൾ, കോളേജ് വിശേഷങ്ങളൊക്കെ പറയുമ്പോ ഞാൻ എന്താ പറയാ, ഉം, ചോറുന്ന വിശേഷോ അല്ലെങ്കിൽ വീട്ടിലെ പാത്രം കഴുകിയ വിശേഷോ. അപ്പൊ ഞാൻ ഭയങ്കരായിട്ട് എനിക്ക് എല്ലാവരിൽ നിന്നും അകന്നാണ് ഞാൻ ജീവിച്ചിരുന്നത്. അതിന്റെ ശേഷം പിന്നീട് ഗേൾസിന്റെ എല്ലാവരെയും കല്യാണങ്ങൾ നടന്നു. പല സംഭവങ്ങളുടെ ഒരാളുടെ കല്യാണത്തിന് ഞാനില്ല. കാരണം എന്നെക്കുറിച്ചൊരു വിവരം ആർക്കുമില്ല. ഞാൻ എവിടെയെന്ന് അറിഞ്ഞൂടാ. ഞാൻ അവരെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. വീട്ടില് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഗൾഫിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെപ്പറ്റി ആർക്കും ഒരു അറിവില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാന് ഈ പറഞ്ഞ പോലെ പഠിക്കാൻ ഇറങ്ങുന്നതിന്റെ കൂടെ ഡിഗ്രി ചെയ്യുന്നതിന്റെ കൂടെ ഞാനൊരു ഡിപ്ലോമയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1 ഇയർ ഒരു ഡിപ്ലോമയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ അതാദ്യം കംപ്ലീറ്റ് ആയി. ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഒരു ഡിപ്ലോമ. അപ്പോൾ ആ ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു ജോലിയൊക്കെ കിട്ടുന്നു. പക്ഷെ അത് ഭയങ്കര രീതിയിൽ മുടക്കി. വീട്ടില് പറഞ്ഞു, "അത് ഇപ്പൊ അനക്ക് വലിയ ശമ്പളമൊന്നും ഇല്ലല്ലോ. എന്തായാലും പോണ്ട." അങ്ങനെ പെണ്ണുങ്ങള് പണിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് ബസ്സൊക്കെ കയറി പണിക്ക് പോയിട്ട് ഏഹ് ജീവിക്കേണ്ട അവസ്ഥ ഇപ്പൊ തൽക്കാലം നമ്മുടെ കുടുംബത്തിലില്ല. അപ്പൊ അതുകൊണ്ട് പോണ്ട എന്ന് പറഞ്ഞിട്ട് അതെന്നെ മുടക്കി. എനിക്ക് നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഒരു ബസ് കയറാൻ അറിഞ്ഞുകൂടായിരുന്നു. ജീവിതത്തിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ പോലും കയറിയിട്ടില്ല. അപ്പോ ഒന്നിനും അറിയില്ലാതെ, ഒന്നിനും കഴിവില്ലാതെ അങ്ങനെ വളർന്നതുപോലെ തോന്നിയിട്ടുണ്ട്. ഫുൾ സ്ട്രിക്റ്റ് ആയിരുന്നു അത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ച ലൈഫിലാണെങ്കിലും നമ്മള് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നമ്മള് ഏഹ്, മറ്റുള്ള ഒരാളെ ആശ്രയിച്ച് ജീവിക്കുന്നത് ആണ് നമ്മൾ അതിൽ തന്നെ നിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? പേടിയാണ് നമുക്കുണ്ടാവുക.
അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത്രയും ചെറുപ്പത്തിൽ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് വിടുമ്പോൾ, ഒന്നാമത് അവർക്ക് അവരെക്കുറിച്ചൊരു ധാരണ എത്തിയിട്ടില്ല. അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു സമയം. പിന്നെ നമ്മളൊരു സെൽഫ് സഫിഷ്യന്റ് ആവുമ്പോൾ, നമ്മൾ അവർ പറയുന്ന എന്തും കേട്ട് നിൽക്കില്ല. നമ്മളത്ര നമുക്കത് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊരു ധാരണ ഉണ്ടാവും നമുക്ക്. എന്തിനാണ് ഞാനിതൊക്കെ സഹിച്ച് നിൽക്കേണ്ട കാര്യം എന്താ തോന്നും. പക്ഷെ മറ്റേതാവുമ്പോൾ നമ്മള് നമ്മള് നിക്കും. കാരണം നമ്മുടെ ലൈഫ് ഈ ഒരു ലോകാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് നിക്കും. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. നമ്മളെ ഇങ്ങനെ അവരുടെ കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു വലിയ സംഭവമാണ് നമ്മള് സെൽഫ് സഫിഷ്യന്റ് ആവാതിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു നിലനിൽപ്പില്ലെങ്കിൽ ആഹ് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ വരുതിയിലായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് നബിയെ എനിക്ക് എത്രമാത്രം ഇഷ്ടായിരുന്നു എന്ന് ചോദിച്ചാല്, ആരെങ്കിലും മദീനത്തൊക്കെ പോയി വന്നുന്നറിഞ്ഞാല് നമ്മുടെ കുടുംബത്തിലൊക്കെ, ഞാൻ അവരെ കാണാൻ പോയാല് അവരുടെ കണ്ണുകളിൽ ഉമ്മ വെക്കുമായിരുന്നു. എൻ്റെ നബിയുടെ റൗളയില് കണ്ടുവന്ന കണ്ണുകളല്ലേ എന്ന് വിചാരിച്ചിട്ട്. ആരെങ്കിലും മദീനത്ത് യാത്ര പോകുന്നുണ്ട്, ഉംറക്കൊക്കെ പോകുന്നുണ്ട് എന്നറിഞ്ഞാല്, അവര് യാത്ര പറയാനൊക്കെ വന്നാൽ അവരോട് പറഞ്ഞു വിടും. അവിടെ ചെന്നാല് എൻ്റെ ഒരു സലാം പറയണേന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് ഞാൻ ഇവിടുന്ന് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ഇങ്ങനെ പറയും. നബിയെ ഞാനൊരു സലാം പറഞ്ഞിരുന്നു നബിയെ. എനിക്കത് എൻ്റെ സലാം മടക്കണേ നബിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് പൂര പ്രാർത്ഥനയും കരച്ചിലൊക്കെ. അതുപോലെ ഞാൻ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമ്മളിങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ ബദർ യുദ്ധത്തിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്, കുറേ കാലം ഞാൻ മറ്റുള്ളവരോട് വാദിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് മക്കയും മദീനയും കണ്ടവർക്കറിയാം ബദർ എവിടെ കിടക്കണേന്ന്. അത് മദീനയുടെ പരിസര പ്രദേശമാണ്. മക്കത്തുനിന്ന് നമ്മൾ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ 10 100 120 കിലോമീറ്റർ പെർ അവറിലൊക്കെ നിർത്താതെ വണ്ടി ഓടിച്ചിട്ടൊക്കെയാണ് നമ്മൾ അത്ര സമയം കൊണ്ട് ഇവിടെ എത്തുന്നത്. അത്രയും ദൂരമുണ്ട്. അപ്പൊ അവരിങ്ങോട്ട് വന്നിട്ടല്ലേ എന്ന് പറയുന്ന ഒരു സംഭവത്തിലായിരുന്നു നമ്മളൊക്കെ നിന്നിരുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിരുന്നതൊക്കെ. പിന്നെയാണ് ആഹ് അതങ്ങനെയല്ല. ഇങ്ങനെ കുറെ കഥ. അപ്പൊ അതൊക്കെ ഭയങ്കര ഞെട്ടലായിരുന്നു എനിക്ക്. ഇങ്ങനെയോ? കാരണം വിശ്വാസിയായിരുന്ന സമയത്ത് നബി എന്ന് പറഞ്ഞാല് ഒരു തെറ്റും ഒരു തെറ്റും ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും ചെയ്തിട്ടില്ലാത്ത, അതായത് മഹ്ശറയില് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള ആളാണ്. അതായത് സൂര്യൻ ഒരു മുകളിൽ നിന്ന് നമ്മളൊക്കെ വേർത്ത് കുളിക്കുമ്പോൾ നമ്മള് നമ്മൾ ഓരോ പ്രവാചകന്മാരുടെ അടുത്ത് പോകും. ആദം നബിയുടെ അടുത്ത് പോകും. ഒന്ന് പറയൂ, അള്ളാഹോട് ഒന്ന് പറയൂ, ഇതൊന്ന് അവസാനിപ്പിച്ച് വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഒന്ന് തുടങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട് പറയൂ എന്ന് പറയുമ്പോൾ ആദം നബി യാ നഫ്സി യാ നഫ്സി, എൻ്റെ തടി എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരിക്കും. കാരണം ആ ആപ്പിൾ തിന്ന വിഷമത്തില്. അപ്പോൾ ഓരോ നബിമാരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഓരോരുത്തർ ഓരോ തെറ്റുകൾ ചെയ്തതായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ അവസാനത്തിൽ നമ്മുടെ നബിയാണ് അള്ളാഹുടെ മുന്നിൽ പോയിട്ട് സുജൂദ് ചെയ്തിട്ട് എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി കരയുന്ന, ശുപാർശ ചെയ്യാനുള്ള ഒരാളാണ് നമ്മുടെ നബി. അപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ആപ്പിൾ തിന്ന ആദം നബി പോലും പേടിക്കുകയാണ്. എന്തായിരിക്കും എൻ്റെ വിധി എന്തായിരിക്കും എന്നാലോചിച്ചിട്ട്. അപ്പോൾ നമ്മുടെ നബി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസമല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ അത്ര തീവ്രമായിട്ട് വിശ്വസിച്ചിരുന്നാണല്ലോ. പിന്നെ ഈ ജസ്ലയുടെ പ്രസംഗം കേട്ട സമയത്ത് ഞാൻ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട്, അത് ഇങ്ങനെയുണ്ടത്രേ, ഖുറാനിലുണ്ടത്രേ, നമ്മൾ അന്യമതസ്ഥരോടൊന്നും കൂട്ടുകൂടരുത്, അവര് ജന്തുക്കളി വെച്ചിട്ട് ഏറ്റവും മോശമാണത്രേ എന്നൊക്കെ ഖുറാനിലുണ്ടത്രേ. എന്താണ് അങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് സംശയം വന്നപ്പോൾ ഞാൻ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അള്ളാഹു പറഞ്ഞതല്ലേ, അള്ളാഹു പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് അത്ര തന്നെ, അതിലിപ്പം എന്താ ചോദ്യം ചോദിക്കാനുള്ളത്. ആ, അള്ളാഹു പറഞ്ഞാൽ ശരി തന്നെ, അത്ര തന്നെയല്ലേ ഉള്ളൂ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കല്ലേ അത് ശരി, ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ കേൾക്കുമ്പോൾ അയാൾക്ക് എന്തായിരിക്കും തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം അതൊക്കെ ഒരു തുടക്കമായിരുന്നു. അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നതിലൊക്കെ ഓരോരോ കാരണങ്ങൾ, അടിമത്തം നിരോധിക്കാതിരുന്നത്, മുത്തവ കല്യാണം, മുത്തവ കല്യാണത്തിന് ഉമർ റളിയല്ലാഹു അൻഹു ആണ് അതിൻ്റെ കാലത്താണ് അത് നിരോധിച്ചിട്ടുള്ളത്.
എന്നിട്ട് അതിനെന്നെ ഇപ്പളും ഷിയാക്കള് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ നബി, അള്ളാഹു അനുവദിച്ചു തന്നത് നിരോധിക്കാൻ ഉമർ ആരാന്നാണ് ചോദിച്ചത്. നമ്മള് സുന്നികളും മുത്തവക്കല്ലിയാണ് ഇപ്പൊ ചെയ്യാത്തത്. അത് ഉമർ അള്ളാഹുവിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്. അള്ളാഹുവോ റസൂലോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലം വരേക്കും ഇത് നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ ആണ് പിന്നീട് അപ്പൊ പിന്നീടാണ് സംഭവിച്ചത്. നബിയോടുള്ള ആ ഒരു ആഹ് നമ്മള് വിചാരിച്ച മാതിരി ആയിരുന്നില്ല എന്നുള്ളൊരു കഥകള് പിന്നെയാണ് വന്ന് തുടങ്ങിയത്. നോമ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നോമ്പ് കാലത്ത് മാത്രം നോമ്പ് നോക്കിയിരുന്ന ഒരാളല്ല. റമളാനിന് ശേഷം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കിയിരുന്ന് സുന്നത്ത് നോമ്പുകൾ എടുത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. എല്ലാ തിങ്കളും വ്യാഴവും വർഷങ്ങളോളം എനിക്ക് നോമ്പായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു മഹ്ശറേ പോവാനായിട്ട്. അപ്പോ ഞാൻ നോമ്പ് അതിന് മാത്രം നോമ്പുകൾ നോറ്റ് കൂട്ടിയിട്ടുണ്ട്. പന്നിയിറച്ചി നമ്മള് ഹറാമാണെന്ന് വിചാരിച്ചിട്ട് വളർന്നതാണ്. അങ്ങനെയാണ് നമ്മള് ചെറുപ്പം തൊട്ടിട്ടേ വിചാരിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ അതിന് നമ്മള് കുറെ വിചാരിക്കുമല്ലോ അതിനെ വൃത്തിയില്ലാത്ത ജീവിയാണ്. അതെ. അതിന്റെ ഭക്ഷണം ഭയങ്കര മോശം സാധനങ്ങളാണ്. അഴുക്കൊക്കെ തിന്നിട്ട് ജീവിക്കുന്ന ജീവിയാണ് എന്നൊക്കെയുള്ള കുറെ ധാരണകള് വെച്ചിട്ടാണല്ലോ നമ്മള് വളർന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പഴും എനിക്കത് കഴിക്കണമെന്നൊന്നും തോന്നിയിട്ടില്ല. കഴിക്കുന്നവര് കഴിച്ചോട്ടെ. എനിക്കതങ്ങനെ ആഹ് കഴിക്കാനൊരാഗ്രഹമൊന്നും തോന്നിയിട്ടില്ല ട്ടോ. തീർച്ചയായിട്ടും. സംസം വെള്ളമൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ് വിചാരിച്ചിരുന്നത്. എപ്പോഴും വീട്ടിലൊരു സംസം വെള്ളം സ്റ്റോക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാല് അത് കുടിക്കുന്നത് ഭയങ്കര ബർക്കത്തുള്ള കാര്യമായിട്ട് വിചാരിച്ചിരുന്നു. അതങ്ങനെ തന്നെ ഉപയോഗിച്ചിരുന്നു. നമ്മളെ വീട്ടില് മക്കളൊക്കെ ജനിക്കുമ്പോ അവരെ വായില് ആദ്യം സംസം തൊട്ട് കൊടുക്കുമായിരുന്നു. അതിനുള്ള എപ്പോഴും വീട്ടില് ഒരു കുപ്പി സംസം വെള്ളം സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ കുറച്ച് മുന്നേയൊക്കെ നമ്മള് ഹജ്ജിനും ഉംറക്കൊക്കെ പോയാല് 10 കിലോ വെച്ച് കിട്ടുമായിരുന്നു. ഇപ്പോഴൊക്കെ അത് 10 കിലോ മീൻസ് 10 ലിറ്റർ. ഇപ്പോഴൊക്കെ അത് 5 ലിറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. പിന്നെ മതത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രം എന്താണ് വിശ്വസിച്ചത്? ഒന്നാമത്തെ മെയിൻ കാര്യം ഫിറൗനായിരുന്നു. നമ്മള് കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്തൊക്കെ സീഡിയൊക്കെ ഇട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു സമയത്ത്. ഫിറൗന്റെ ബോഡിയൊക്കെ സീഡിയില് ഇതിലൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും ഖുറാനിൽ പറഞ്ഞ പോലെ നിങ്ങളെ ബോഡി അത് ഫിറൗന്റെ ശരീരം നിങ്ങൾക്ക് നശിപ്പിക്കാതെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നൊക്കെ പറയുന്ന സാധനം അതുപോലെ തന്നെ കിട്ടിയില്ലേ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര മഹാത്ഭുതമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന വേറൊരു സംഭവം ഞാൻ പറയുന്നത് ഖുറാനിലില്ലേ ഇങ്ങനെ അതായത് കടലും പുഴയും അങ്ങനെ രണ്ടും ഒരുമിച്ച് ചേരുന്നുണ്ടെങ്കിലും അവര് തമ്മിലുള്ള ഉപ്പ് മിക്സ് ആവണമൊന്നുമില്ലല്ലോ. ഉപ്പ് മിക്സ് ആവാതെ ഫ്രഷ് വാട്ടർ അവർക്കിടയിൽ അള്ളാഹു എന്താ പറയാ ഒരു മതില് നിർമ്മിച്ച പോലെ അങ്ങനെ എന്തോ ഒരു സംഭവമുള്ള ഖുറാൻ ആയത്തില്ലേ. അതൊക്കെ ഇതൊക്കെ നമ്മള് കാണുന്ന സത്യങ്ങളാണല്ലോ. അള്ളാഹു അങ്ങനെ പഠിച്ചത് അള്ളാഹുവാണ്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു വിശ്വാസിയായിട്ടിരിക്കുമ്പോ എല്ലാം പടച്ചവന്റെ അത്ഭുതങ്ങൾ തന്നെയാണ്. അതായത് ഒരു ദിവസവും നമ്മൾ ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഓരോ ദിവസവും കണ്ണ് തുറക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോ സംഭവം എന്താ വെച്ചാല് അപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാതും നമ്മുടെ ഉറക്കവും ഉണർച്ചയും എല്ലാം അള്ളാഹുവിന്റെ അത്ഭുതവും അള്ളാഹുവിന്റെ അനുഗ്രഹമൊക്കെയാണ്. അങ്ങനെയാണ് കണ്ടിരുന്നത്. അത് വിശ്വാസം കുറവാണെന്ന് എനിക്കങ്ങനെ അനൗൺസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ശരിക്കും പറയുകയാണെങ്കില്. അതല്ലാണ്ട് അവര് എന്റെ പിന്നാലെ കൂടിയിട്ട് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ അതായത് അതുപോലെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എപ്പോഴും നോമ്പും, എപ്പോഴും നമസ്കാരവും, എപ്പോഴും എന്നോടൊന്നും ഒരാളും പറയേണ്ട ആവശ്യമില്ല. ആ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഇവരിതൊന്നും കാണുന്നില്ലല്ലോ. എന്തത് എന്നൊരു മാറ്റത്തിലോട്ട് അവർ ശ്രദ്ധിക്കുന്നു. പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ടും ദേഷ്യത്തിലൊക്കെ പറയും എന്താണ് കോലം എന്നൊക്കെ ആദ്യമൊക്കെ പറയും. ഉമ്മൊക്കെ പറയും പറഞ്ഞ പോലെ
മോളെ തട്ടിത്തടഞ്ഞ് വീഴുമ്പോഴെങ്കിലും ഈ പടിഞ്ഞാട്ട് തിരിഞ്ഞൊന്ന് വീഴ്. അതായത് സുജൂദിലേക്കൊന്ന് വീഴാന്. അങ്ങനൊക്കെ പറഞ്ഞിട്ടൊക്കെ കളിയാക്കിയിട്ടൊക്കെയാണ് തുടങ്ങിയിരുന്നത്. പിന്നത് പിന്നെ ഞാന് വീട്ടിലൊക്കെ ഇങ്ങനെ വീട്ടിലെ സിബ്ലിങ്സിനൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ശ്രദ്ധയിൽ പെടുന്നു. ഉം ഞങ്ങളെ വീട്ടില് എന്തേലും വിഷയം വരുമ്പോ ഞാനതിനെ ഇസ്ലാമിക കാര്യങ്ങളെ ചർച്ച വരുമ്പോ അത് ഞാൻ എതിർത്ത് സംസാരിക്കും. "അതങ്ങനൊന്നുമല്ല. ഇത് ഇത്രേ ഉള്ളൂ. എന്താ അത്?" എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എതിർക്കുമ്പോ ഉമ്മാക്കൊക്കെ ഭയങ്കര ദേഷ്യം വരും. "എന്തുട്ടാ ഈ പറഞ്ഞു വരണത്? ആടി ഇനിയിപ്പോ അതിന്റെ കുറവും കൂടെ ഉള്ളൂ. എന്തുട്ടാണ് ഈ പറഞ്ഞിട്ട് വരണത്?" എന്നൊക്കെ പറഞ്ഞിട്ട് ഉം അങ്ങനെ കൂടുതൽ കൂടുതൽ മനസ്സിലായി തുടങ്ങി. പിന്നെ മെയിനായിട്ട് ഞാനൊരു ദിവസം നമ്മുടെ ലിയാഖത്തിന്റെ ഒരു വീഡിയോ ഇരുന്ന് കേൾക്കായിരുന്നു. അത് ഞാൻ വളരെ സൗണ്ട് കുറച്ചിട്ട് ഇങ്ങനെ കേൾക്കായിരുന്നു. ഞാനെന്തോ അസൈൻമെന്റ് എന്തോ എഴുതായിരുന്നു. അപ്പൊ അതിന്റെ സൈഡിൽ വെച്ചിട്ടുള്ളത് ലിയാഖത്തിന്റെ ഇതാണ്. അത് കേട്ടോണ്ടിരിക്കായിരുന്നു. ആ സമയത്തുണ്ട് വന്ന് ഒരു ചെരുപ്പ് വന്ന് എന്റെ പുറത്ത് വന്നിട്ടുണ്ട് വീണു. അപ്പളാണ് ഞാന് എന്നിട്ടത് ഭയങ്കര സീനായി. ഭയങ്കര ബിപി ഒക്കെ കൂടി ഉമ്മക്ക് വയ്യാതൊക്കെ ആയി ഭയങ്കര സീനായി. അങ്ങനെയാണത് വീട്ടില് വൻ സംഭവമാവുന്നത്. ഉം. ഉമ്മ വന്ന് കുത്തിനൊക്കെ പിടിച്ച് എന്താ ഉദ്ദേശിക്കണെ ഇയ്യ്? അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇയ്യ് എന്താ ഇങ്ങനെ നശിച്ചു പോയത്? ഇയ്യ് എന്താ ഇങ്ങനെ കെട്ടുപോയത്? എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായി. പിന്നെ എന്നോട് പലരും മാപ്പ് പറയാനൊക്കെ പറഞ്ഞു. ഇനി ചെയ്യൂലാന്ന് പറയ്ന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു അത് ഞാൻ പറയില്ല. ഞാൻ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു വീഡിയോ കെട്ടുന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചെയ്ത തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സീനായി. അങ്ങനെയാണത് കൂടുതൽ ചർച്ചകളിലോട്ട് വരുന്നത്. എൻ്റെ സ്റ്റാൻഡ് ഇതാണ് എന്നൊക്കെ കൂടുതൽ വീട്ടില് ചർച്ചയാവുന്നു. എങ്ങനെ ഞാനീ സംഭവത്തിലോട്ട് വന്നു? എന്നെ എങ്ങനെ നന്നാക്കിയെടുക്കാം? എൻ്റെ കൂട്ടുകെട്ടുകൾ എന്തൊക്കെ? അങ്ങനെ പല ചർച്ചകളും അവിടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതീ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് നിർത്തിയതല്ല. അതൊരു പ്രോസസ്സായിരുന്നു. ആദ്യം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും ഞാനതിനെ അതങ്ങനെ ആയിരിക്കില്ല, അതിങ്ങനെയായിരിക്കും. ഉം. ഈ പറഞ്ഞ പോലെ ഇത്രയും കാലങ്ങളുടെ പഴക്കണ്ടല്ലോ. അപ്പൊ ആരെങ്കിലൊക്കെ അതിൽ ആഡ് ചെയ്തതാവും എന്നൊക്കെ വിചാരിക്കാൻ, വിശ്വസിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോ ഇതിങ്ങനെ ആയിരിക്കില്ല. അള്ളാഹു ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെയൊന്നും വേണമെന്നില്ലായിരിക്കും. ഇത് ആ കാലഘട്ടത്തിന് വേണ്ടിയൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കതിനനുസരിച്ച് വേണമെങ്കിൽ ഫ്ലെക്സിബിൾ ആവായിരിക്കും. കാരണം കുറേ കാര്യങ്ങള് പണ്ട് പറഞ്ഞിരുന്നത് അതിപ്പോ ഇപ്പോഴത്തേക്ക് അപ്ലിക്കബിൾ അല്ല. ഇപ്പൊ ഖുറാനില് അന്യ മതസ്ഥരോട് കൂട്ടുകൂടരുത് എന്ന് പറയുന്ന സാധനം. അതല്ലെങ്കില് കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോഴത്തേക്കുള്ളതല്ല. അത് യുദ്ധ സന്ദർഭങ്ങളിലല്ല. അതിപ്പോ അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതില് പല കാര്യങ്ങളും ഇപ്പോ പല കാര്യങ്ങളും അപ്പോൾ ഇപ്പോഴത്തേക്ക് അപ്ലിക്കബിൾ അല്ല എന്നാക്കിക്കൂടെ? ഇപ്പൊ സ്ത്രീയുടെ വിഷയങ്ങൾ വരുമ്പോൾ അതിലൊന്നും എന്തുകൊണ്ട് ഇപ്പൊ അപ്ലിക്കബിൾ ആവില്ല എന്ന് പറയണു? അപ്പൊ അത് നമ്മുടെ മേലധികാരികൾ ഐ മീൻ നമ്മുടെ ഉസ്താദുമാരൊക്കെ പോലത്തവര് ഉള്ള പിടിവാശി കൊണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടം പോലെ മാറ്റാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാലൊക്കെ അങ്ങനെയൊക്കെ പോയി. പിന്നെ ഓരോന്ന് കൂടുതൽ കൂടുതൽ ചെകയും തോറും അന്വേഷിക്കും തോറും തീരെ നമുക്ക് എന്താ പറയാ ഇങ്ങനെ പറ്റണില്ല എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തണത്. വെളുപ്പിക്കാനൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥ. അതായത് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തുന്നു. അങ്ങനെ ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ കുറെ സമാധാനമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ നമ്മൾ എത്ര നന്നായിട്ട് ഇരുന്നാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു പാപിയുടെ ഭാരം ഉണ്ടാവും. നമ്മളെപ്പോഴും പാപം ചെയ്യുന്നത് നോട്ടം കൊണ്ടും ചിന്ത കൊണ്ട് പോലും ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടെങ്കിലും നമ്മൾ തെറ്റുകൾ ചെയ്ത് കൂട്ടാണല്ലോ. അപ്പോ അങ്ങനെയുള്ള ചിന്തകൾ കൂടെ അപ്പൊ എപ്പോഴും ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും പാപമോചനത്തിന് വേണ്ടി കരഞ്ഞ് അള്ളാഹുവിനെ പേടിച്ച് ഖബറിനെ പേടിച്ച് മരണത്തെ പേടിച്ച് അങ്ങനെ ഒരു ഭാരവും ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഒരു പാപിയാണെന്നുള്ളൊരു ലെവലിലായിരിക്കും നമ്മുടെ ലൈഫ് ഫുള്ള് മുന്നോട്ട് പോകാൻ. കാരണം അങ്ങനത്തെ അതൊന്നും ഇപ്പം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഭയങ്കര ഫ്രീ ആയി. അതേപോലെ ഒരു നമസ്കാരം കളായി എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ ഒന്ന് അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. നമുക്ക് സുഖമായിട്ട് പോവാം. ഇത് കളാവും എന്നുള്ള പേടി വേണ്ട. അങ്ങനെ കുറെ ഭയങ്കര ഫ്രീ ആയി. നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. കൈ കൊടുക്കണമെങ്കിൽ കൈ കൊടുക്കാം. അതിനുള്ള ആ ഒരു പേടിയൊന്നും ഇല്ലാതെയായി. അങ്ങനെ കുറെ പിന്നെ മനുഷ്യരെ നമ്മളെല്ലാരും അങ്ങനെ കുറച്ച് നല്ല മനുഷ്യരെ കാണാൻ പറ്റി.
അങ്ങനെ കുറച്ച് കാര്യങ്ങള്. പരലോകത്ത് പോയാല് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇങ്ങനത്തെ അനാവശ്യ വാഗ്ദാനങ്ങളില് വീണ് മയങ്ങി വിശ്വസിച്ച ഒരാളല്ല. എനിക്ക് അള്ളാഹുവിനോടും റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ഉള്ള വിശ്വാസിയായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് അവിടെ പോയാല് എനിക്കെന്റെ റസൂലിനെ കാണാം. നബിയുടെ തൃക്കല്യാണത്തില് പങ്കെടുക്കാം. സ്വർഗത്തില് നന്നായിട്ടിരിക്കാം. അള്ളാഹുവിനെ കാണാം. അത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതല്ലാതെ എന്താ പറയാ, ഈ മൂഢവാഗ്ദാനങ്ങളിലൊന്നും ഞാൻ വീണുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് വിശ്വാസിയായതൊന്നുമല്ല. അതൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്ത്, അതിന്റെ ബാക്കി പത്രാണല്ലോ. അങ്ങനെ.